വിനയത്തിനായി. ഈ പ്രാർത്ഥന വിനയത്തിൻ്റെ മഹത്തായ മൂല്യത്തെ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ നിക്ഷേപിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവായ കന്യകമറിയം തൻ്റെ ജീവിതത്തിലൂടെ വിനയത്തിൻ്റെ ഏറ്റവും ഉന്നതമായ മാതൃകയാണ്. ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന അവളുടെ വാക്കുകൾ അവളുടെ മുഴുവൻ ജീവിത ദിശയും വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനു മുൻപിൽ സ്വന്തം ഇച്ഛയെ സമർപ്പിച്ച അവളുടെ വിനയം ദൈവകൃപയ്ക്ക് വഴിയൊരുക്കി. ഈ പ്രാർത്ഥനയിൽ നാം മറിയത്തെ നോക്കി പഠിക്കുന്നു. വിനയം എന്നത് സ്വയം ചെറുതാക്കലല്ല, മറിച്ച് ദൈവത്തിൻ്റെ മഹത്വം അംഗീകരിക്കുകയും അവനിൽ ആശ്രയിക്കുകയും ചെയ്യുന്നതാണ്. മറിയം തൻ്റെ കഴിവുകളിലോ മഹത്വത്തിലോ അഭിമാനം കൊള്ളാതെ എല്ലാം ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹമായി കണ്ടു. അതുകൊണ്ട് തന്നെ ദൈവം അവളെ ഉയർത്തി ലോകത്തിന് രക്ഷകനായ യേശുവിൻ്റെ മാതാവാക്കി. എന്നെയും വിനയത്തിൽ നടക്കാൻ പഠിപ്പിക്കണമേ എന്ന അപേക്ഷ നമ്മുടെ ദിനചര്യവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു. പലപ്പോഴും അഹങ്കാരം, സ്വാർത്ഥത, സ്വയം മഹത്വപ്പെടുത്തൽ തുടങ്ങിയവ നമ്മുടെ ബന്ധങ്ങളെ തകർക്കുന്നു. വിനയം ഉള്ളിടത്ത് ക്ഷമയും സഹനവും സ്നേഹവും വളരുന്നു. മറ്റുള്ളവരെ മനസ്സിലാക്കാനും അംഗീകരിക്കാനും വിനയം നമ്മെ സഹായിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ എൻ്റെ അഹങ്കാരവും സ്വാർത്ഥതയും നിന്റെ സ്നേഹത്തിൽ ലയിപ്പിക്കണമേ എന്ന് നാം അപേക്ഷിക്കുന്നു. അഹങ്കാരം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുമ്പോൾ വിനയം നമ്മെ ദൈവത്തോട് അടുത്തു ചേരാൻ സഹായിക്കുന്നു. സ്വാർത്ഥത നമ്മുടെ കണ്ണുകൾ അടച്ചിടുമ്പോൾ മറിയത്തിൻ്റെ സ്നേഹം നമ്മെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കാണാൻ പഠിപ്പിക്കുന്നു. മറിയത്തിൻ്റെ വിനയം നിശബ്ദവും ശക്തവുമായിരുന്നു. അവൾ വലിയ വാക്കുകൾ പറഞ്ഞില്ല, പക്ഷെ അവളുടെ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയായി മാറി. അതുപോലെ നമ്മുടെ ജീവിതവും വിനയത്തിലൂടെ ദൈവത്തിന് സാക്ഷിയാകുവാൻ ഈ പ്രാർത്ഥന നമ്മെ പ്രേരിപ്പിക്കുന്നു. അവസാനമായി പ്രാർത്ഥന നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിനയം ദൗർബല്യമല്ല, ആത്മീയ ശക്തിയാണ് എന്നതാണ്. ദൈവമാതാവിൻ്റെ മാതൃസ്നേഹത്തിൽ നമ്മെ ഏൽപ്പിച്ച് അവളുടെ മാതൃക പിന്തുടർന്ന് വിനയത്തിൻ്റെ വഴിയിൽ നടക്കുവാൻ ദൈവകൃപ തേടുന്നതാണ് ഈ ദിനത്തിൻ്റെ സാരാംശം. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.